ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ഷൻ ഡേക്ക് തൊട്ട് ഒരാഴ്ച മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തായിരുന്നു. അന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പോളിംഗ് പെർസെൻറ്റേജ് ഇത്ര കുറയുന്നു. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പോളിംഗ് പെർസെൻറ്റേജിലുള്ള ഇടിവ് ഓരോ മുന്നണികളെയും എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ഓരോ മുന്നണികളുടെയും വിജയസാധ്യതയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇന്ന ആൾ ജയിക്കുമെന്ന് ഞാൻ പറയുന്നത് ശരിയുമല്ല, അങ്ങനെ പറയത്തുമില്ല, അത് തെറ്റാണെന്ന് എനിക്കറിയാം. അപ്പം ഈ വീഡിയോ കാണുന്നവർ, കമൻ്റ് ഇടുന്നവർ ഫുൾ വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കമൻ്റ് ഇടുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇവിടെ നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇത്ര നാളത്തെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അതായത് 2009 പത്തനംതിട്ടയിൽ 65.7 ആണെങ്കിൽ 2014 ആയപ്പോൾ സെയിം ആണ് 65.8. 2019 വന്നപ്പോൾ മാത്രമാണ് ആ പോളിംഗ് ശതമാനം 73 കടന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ലൊരു ടൈറ്റ് മത്സരം നടന്നത് കൊണ്ടാവാം അങ്ങനെ വന്നത്. ഈ പ്രാവശ്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചു 2019 സിമിലറായിട്ടുള്ള ഒരു പോളിംഗ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ സർപ്രൈസായിട്ട് ഇത്രയും ശതമാനത്തിലുള്ള പോളിംഗ് ഇടിവ് വന്നു, ഏകദേശം 11%. ഇനി ഞാൻ ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമ്മുടെ പുതുതായിട്ട് വരുന്ന വോട്ടേഴ്സ്, അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്നവരുടെ ഒരു ഡിഫറൻസിൻ്റെ ഒരു ടാബാണ് ഇവിടെ കാണുന്നത്. അത് 2014 പോലെ നിങ്ങൾക്ക് കാണാം. 2009 ഇലക്ഷന് വോട്ട് ചെയ്തവരെക്കാട്ടിൽ 9% പുതുതായിട്ട് വോട്ടേഴ്സും ഉണ്ടായിരുന്നു, 9% പോൾ ചെയ്തവരും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വലിയ ചേഞ്ച് ഇല്ലായിരുന്നു. അതേസമയം 2019 വന്നപ്പം 2014 അപേക്ഷിച്ച് ഒരു 16% പേര് കൂടുതൽ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. പക്ഷേ പുതുതായിട്ട് പട്ടികയിൽ ഇടം പിടിച്ചത് ഏകദേശം 4.5% ഉള്ളൂ. നമ്മുടെ ഈ വർഷത്തെ വന്നപ്പോൾ 11% പുറകിലോട്ട് പോയെങ്കിലും 3% പുതിയ വോട്ടേഴ്സ്, അതായത് 2019 വോട്ട് ചെയ്യാത്ത 3.3% ആൾക്കാരുണ്ട്. അതായത് ഏകദേശം 46,000 പേരുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ 1,00,000 മേളിൽ വോട്ട് നമുക്ക് കുറവ് കാണിക്കുന്നത്. അതായത് 2019 വോട്ട് ചെയ്യാത്ത 46,000 പേരിൽ ഒരു 20,000 അല്ലെ 25,000 പേര് വോട്ട് ചെയ്തെങ്കിൽ ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 2019 വോട്ട് ചെയ്ത ഏകദേശം 1,30,000-ഓളം പേര് 2024 പത്തനംതിട്ടയിൽ വോട്ട് ചെയ്തിട്ടില്ല. അതൊരു ഊഹക്കണക്കാണ്. എന്നാലും നിങ്ങൾ നോക്കിക്കോ, 1,30,000-ഓളം പേര് വോട്ട് ചെയ്തവർ ഈ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ഈ ഡേറ്റ കാണിക്കുന്നത്. അത് വലിയൊരു കണക്കായിട്ടാണ് തോന്നുന്നത്. ഇത് എല്ലാ മുന്നണികളെയും ഒരുപോലെ ബാധിച്ചെങ്കിൽ ഓക്കെ. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ 1,30,000 വോട്ട് പോൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഏതെങ്കിലും മുന്നണികളെ ബാധിക്കുന്നോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കണക്കുണ്ട്. അതായത് ഓരോ മുന്നണികൾക്കും ഒരു 2016 മുതൽ കിട്ടിയേക്കുന്ന ഏറ്റവും ലോവസ്റ്റ് പെർസെൻറ്റേജ്, അതായത് UDF 35%, LDF 32.8, NDAക്ക് 18 മുതൽ 19. അപ്പം ഞാൻ പറയുന്നു, UDF വോട്ട് ഷെയർ, ടോട്ടൽ വോട്ട് ഷെയർ 35% താഴെ പോയാൽ മാത്രമേ ഈ 1,30,000 പേര് വോട്ട് ചെയ്യാത്തത് കൊണ്ട് UDF ബാധിക്കത്തുള്ളൂ. ഇനി LDF കേസും സിമിലർ ആണ്. LDF 32.8% താഴെ LDF വോട്ട് ഷെയർ പോയെങ്കിൽ മാത്രമേ LDF അത് ബാധിക്കുന്നുള്ളൂ. NDAയുടെ കേസും സിമിലർ ആണ്. NDAക്ക് 18-19% താഴെ വോട്ട് ഷെയർ പോയെങ്കിൽ മാത്രമേ ഈ 1,30,000 വോട്ട് പോയതിൽ കൂടുതലും NDAയുടെ വോട്ടാണ് പോയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാവുന്ന പോലെ ഞാൻ ഇവിടെ UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ ഒരു ടാബിലും LDF വേറൊരു ടാബിലും എടുത്തു. ഇത് ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ ഒരേ ഒരു റീസണേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമ്മൾ UDF അധികാരത്തിൽ വരും, അല്ലെ NDA അധികാരത്തിൽ വരും എന്നുള്ള രീതിയിൽ വോട്ടിംഗ് പാറ്റേൺ മാറാം എന്നുള്ള ഒരു കാര്യം മാത്രം എടുത്താണ് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ 2009 UDF പ്ലസ് NDAക്ക് 58% വോട്ട് ഷെയർ ഉണ്ടെങ്കിൽ LDF 37% വോട്ട് ഷെയർ ഉണ്ട്. 2019 വരുമ്പോൾ UDF പ്ലസ് NDAക്ക് 57% ആണെങ്കിൽ LDF ഒരു 34% ഉണ്ട്.
പക്ഷേ 2019 വന്നപ്പോൾ UDF പ്ലസ് NDAക്ക് ഏറ്റവും മാക്സിമം വോട്ട് ഷെയർ, അതായത് 66% വോട്ട് ഷെയർ കിട്ടി. LDFന് 32.8 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു UDF പ്ലസ് NDAക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം വോട്ട് ഷെയർ കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വാല്യൂ, അതായത് 66%. അത് മാത്രമല്ല, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ UDF പ്ലസ് ഈ 3 മുന്നണികളുടെയും കൂടെ വോട്ട് ഷെയർ കൂട്ടുവാണെങ്കിൽ 2019 ഏറ്റവും കൂടുതൽ 98.3% വന്നേക്കുന്നത്. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു 5% അതേഴ്സ് പോയിട്ടുണ്ട്. 9% 2014 അതേഴ്സ് പോയത്. കാരണം അപരനുണ്ട്, നോട്ടൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഈ ഇത്രയും നമ്മൾ ചെക്ക് ചെയ്തതിൽ നിന്ന് പ്രധാനമായും മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ ഈ തവണ 66% വരാൻ സാധ്യത കുറവാണ്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പോളിംഗ് ശതമാനം കുറവായതാണ്. പോളിംഗ് ശതമാനം ഇത്രയും കുറഞ്ഞ സ്ഥിതിക്ക് LDFനെക്കാട്ടിൽ കൂടുതൽ UDF പ്ലസ് NDAക്ക് ബാധിക്കാനാണ് സാധ്യത. അത് ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞ കാല ചരിത്രത്തിൽ അങ്ങനെയാണ്. അതായത് അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് LDFകാരുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യാറുണ്ട്. ഇത്തവണ എനിക്കറിയത്തില്ല, ഞാൻ ഈ ഒരു ഡേറ്റ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നോക്കിക്കോ, UDF പ്ലസ് NDAക്ക് 66% മേളിൽ പോകുമോ ഇല്ലയോ എന്നാണ്. എനിക്ക് പോകത്തില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് പറയാനുള്ള അടിസ്ഥാനം ഈ പോളിംഗ് ശതമാനത്തിലെ കുറവാണ്. അപ്പം എത്ര ശതമാനം പോളിംഗ് അതായത് UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ കുറയുന്നതനുസരിച്ച് വിജയത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഇനി നമ്മൾ 2 കേസ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇവിടെ ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന കേസ്, കഴിഞ്ഞ തവണ LDFന് കിട്ടിയ വോട്ട് ഷെയറായ 3,37,000 LDFന് കിട്ടുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ ബാക്കി വരുന്നത് വോട്ടെന്ന് പറയുമ്പോൾ ഏകദേശം 5,53,000 വോട്ട് വരും. അപ്പം ഈ 5,53,000 വോട്ടിൽ എത്ര ശതമാനം വോട്ട് ഒരു മുന്നണിക്ക് കിട്ടിയാലാണ് ഈ LDFൻ്റെ വോട്ട് ഷെയറിന് സിമിലർ വരണമെങ്കിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഏകദേശം ഒരു 60-61% വോട്ട് വേണം. ഉദാഹരണത്തിന് ഞാനത് UDFന് കൊടുക്കുകയാണ്. UDFനും LDFനും ഏകദേശം അങ്ങനെ ആകുമ്പോൾ 3,37,000 വോട്ട് വരും. 2,15,000 വോട്ട് NDAക്കും കിട്ടും ഈ ഒരു കേസ്. അതായത് ഞാൻ പറഞ്ഞ UDF പ്ലസ് NDAയുടെ വോട്ടായ 5,53,000 വോട്ടിൽ 60% പിടിക്കാൻ പ്രോബബിലിറ്റി കൂടുതലുള്ളത് UDFനാണ്. കാരണം കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പ് ഡേറ്റ വെച്ചിട്ട് NDA 3,37,000 പിടിക്കുകയാണ്, ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കും. അപ്പം എനിക്കത് ആ ഒരു ഡേറ്റയിൽ സാധ്യത കൂടുതൽ തോന്നുന്നത് UDFനാണ്. അപ്പം ഈ മൊത്തമുള്ള കേസിൽ, അതായത് ഇങ്ങനൊരു കേസ് വരുവാണെങ്കിൽ ജയസാധ്യത 50-50 LDFനോ UDFനോ ആയിരിക്കും. അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഡേറ്റ, അതായത് 5,53,000 വോട്ടിൻ്റെ 70% പിടിക്കാൻ UDFന് പറ്റിയെങ്കിൽ ഈസി ആയിട്ട് ഒരു 10,000-ന് മേളിൽ വോട്ടിന് ജയിക്കാൻ പറ്റും ഈ ഒരു കേസിൽ. അപ്പം നിങ്ങളിവിടെ നോക്കുക, ഞാൻ ഈ ഡേറ്റ, അതായത് LDFന് കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്തുമ്പോൾ UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ എന്ന് പറയുമ്പോൾ അത് 62%. മനസ്സിലായില്ലേ? അതായത് 66% കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്, ആ 66%-ൽ നിന്ന് കുറച്ച് കുറയും, അതായത് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ. അപ്പം ഈ ഒരു, അതായത് UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ 62 ഒരു ബേസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഞാൻ അടുത്ത കേസിൽ 2 സാധ്യതകളും കൂടെ നിങ്ങളെ കാണിക്കാം. അതായത് UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ 66, കഴിഞ്ഞ തവണത്തെ അതേ വോട്ട് ഷെയർ കിട്ടുവാണെങ്കിൽ വിജയ സാധ്യത എങ്ങനെയായിരിക്കും? അതേസമയം UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ ഒരു 59% ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ അടുത്ത കണക്ക്. അപ്പം നിങ്ങൾക്ക് കാണാം, ഞാനിപ്പം UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ കഴിഞ്ഞ തവണ കിട്ടിയ സെയിമായ 66% ഇവിടെ ഈ ടാബിൽ കൊടുത്തപ്പോൾ ഏകദേശം ഒരു 5,87,000 വോട്ട് വരും. ഈ 5,87,000-ൻ്റെ ഒരു 51-52% വോട്ട് UDFോ NDAയോ പിടിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു ബലാബലം, ഏകദേശം എല്ലാവരും ഒരേ സാധ്യതയിലേക്ക് വരും. 2,90,000 ആ ഒരു റേഞ്ചിലേക്ക് വരും. മനസ്സിലായില്ലേ?
അപ്പം ഇങ്ങനൊരു കേസിൽ UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയറിൽ ഏതെങ്കിലും ഒരാൾ 53% മേളിൽ, NDAക്ക് 53, UDFന് 47% ആണെങ്കിൽ, അതായത് 5,87,000-ൻ്റെ 53% NDA എടുക്കുകയാണ്, NDAക്ക് വിജയിക്കാം ഇങ്ങനെ ഒരു കേസിൽ. കാരണം LDFന് അന്നേരം 3,02,000 വോട്ടേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇനി നമ്മളിപ്പം കാണിക്കുന്ന ലാസ്റ്റ് കേസായ UDF പ്ലസ് NDAക്ക് 59% വോട്ട് ഷെയർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ടോട്ടൽ പോൾ ചെയ്തതിൻ്റെ 5,25,000 വോട്ടായിരിക്കും UDF പ്ലസ് NDAക്ക് കിട്ടുന്നത്. LDFന് ഒരു 3,65,000 വോട്ട് കാണും. അപ്പം ബലാബലം വരണമെങ്കിൽ തന്നെ എന്നാ പറ്റും, ഇതിൻ്റെ ഒരു 70%-ഓളം വോട്ട് വേണം. അതായത് 5,25,000-ൻ്റെ 70%-ഓളം വോട്ടുണ്ടെങ്കിൽ മാത്രമേ UDFോ NDAക്കോ വിജയസാധ്യത ഈ ഒരു കേസിലുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം, UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ കുറയും തോറും, അതായത് 59% ആയപ്പോഴത്തേന് ബലാബലത്തിലേക്ക് വരാൻ തന്നെ ഒരു മുന്നണിക്ക് 70%-ഓളം വേണമായിരുന്നു. നേരത്തെ 66%, അതായത് UDF പ്ലസ് NDAക്ക് 66% വോട്ട് ഷെയർ ഉള്ളപ്പം ബലാബലം വരണമെങ്കിൽ 50% വോട്ട് ഷെയർ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 1,30,000 പേരോളം വോട്ട് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുക. അതായത് LDFൻ്റെ പകുതി 65,000 പേര് വോട്ട് ചെയ്തിട്ടില്ല, UDF പ്ലസ് NDAയുടെ 65,000 പേര് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വലുതായിട്ട് നമുക്ക് ഈ കണക്ക് ഇവിടെ അറിയാൻ പറ്റത്തില്ല. അതേസമയം LDFൻ്റെ മാക്സിമം വോട്ട് ഇവിടെ പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എണ്ണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കണക്ക് UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ കുറവായിരിക്കും. അതായത് പോളിംഗ് ശതമാനം കുറവായതുകൊണ്ട് UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ കുറയും. അപ്പോൾ അത് എത്രത്തോളം കുറയും എന്നനുസരിച്ച് വിജയ സാധ്യത മാറുന്നത് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ 62.6-ന് മേളോട്ട് പോവുകയാണെങ്കിൽ മുൻതൂക്കം UDFനാണ്. UDF പ്ലസ് NDAയുടെ വോട്ട് ഷെയർ 60-ന് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ മുൻതൂക്കം LDFനാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ജൂൺ 4-ന് റിസൾട്ട് വന്നിട്ട് ഈ കണക്ക് ഒന്നും കൂടെ നോക്കിയാൽ മതി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് എത്ര ശതമാനം വോട്ട് ഷെയർ കിട്ടുമെന്ന് അറിയത്തില്ല. അത് നിങ്ങൾ നോക്കണം. അതായത് കഴിഞ്ഞ തവണ 0.3% ഉള്ളായിരുന്നു, പക്ഷേ 2014 ഒരു 2% അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് എത്ര ശതമാനം വോട്ട് കിട്ടുമെന്ന് നമ്മളൊന്ന് നോക്കി വെച്ചോണം. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഇലക്ഷന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അനിൽ ആൻ്റണിയും ആൻ്റോ ആൻ്റണിയുടെയും പേര് സിമിലർ ആണെന്ന്. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു കാണുമല്ലോ, അല്ലെങ്കിൽ ഇലക്ഷൻ്റെ അന്ന് കണ്ടു കാണുമല്ലോ, വോട്ട് ചെയ്ത് മാറിപ്പോയെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു സംഭവം ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട്. കാരണം 2014 ഫിലിപ്പോസ് തോമസിന് ഒരു 2% വോട്ട് അപരൻ എടുത്തായിരുന്നു. അപ്പം ആ ഒരു കേസ് ഇവിടെ വരുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം 1ഉം 2ഉം അടുത്ത് വരുമ്പോൾ, ഒരേ പേരൊക്കെ വരുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. എന്തായാലും പത്തനംതിട്ടയിൽ വോട്ട് എണ്ണുമ്പോൾ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാറിൽ ലീഡാണെങ്കിൽ എല്ലാ തവണത്തെയും പോലെ തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസം വരത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാറിൽ ഒരേപോലെ, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ തവണ 27,000 വോട്ടോളം കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പം തന്നെ ആൻ്റോ ആൻ്റണിക്ക് ലീഡുണ്ടായിരുന്നു. ഈ തവണ എത്ര ഉണ്ടാവും, ആ ട്രെൻഡ് തന്നെ നമുക്കറിയാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പത്തനംതിട്ടയിലെ ഇലക്ഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ അനാലിസിസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.